ഇമാതിരി തോന്നിയവാസത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലം ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഇനി എന്ത് ഇതായാലും വേണ്ടിയില്ല. കുറേ വ്ളോഗർമാരുണ്ട്, യുവമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തോന്നിയവാസം കളിക്കാനുള്ള സ്ഥലമാണ് ഈ ഗുരുവായൂർ. അവിടെ വന്നിട്ട് ഒരിക്കൽ പിരിയുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും കെട്ടുക, എന്നിട്ട് ഒരു 4-5 റീലെടുക്കുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ എടുക്കുക, എന്നിട്ട് പിന്നെ നാട്ടുകാരെ മുമ്പിൽ ഒരു പ്രഹസനം. ആരെ കാണിക്കാനാണ് ഇത്? അവിടെ വരുന്ന ഭക്തരെ പോലും വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഭക്തരെ വെല്ലുവിളിക്കുകയാണ്. എന്ത് പോക്കൃതരോ തമ്മാടത്തിലോ കാണിക്കാം. ഗുരുവായൂർ അമ്പലം വെച്ചിട്ട് യവന്മാരൊക്കെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറെ ഒന്നും അല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാടകം കളിച്ചൊരു ബ്ലോഗറുണ്ട്, മല്ലു ഫാമിലി. അവന്മാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫെയിം ആണ് ഇനിയിപ്പോഴും. കാരണം കുറച്ച് ദിവസമായിട്ട് കട്ട നെഗറ്റീവിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഫെയിം ആകാൻ എന്താ വഴി നോക്കിയപ്പോഴാന്ന് മനസ്സിലായി. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഗുരുവായൂരേക്ക് വിടാം. അവിടെ പോയിട്ടൊരു മാലയിടൽ പ്രഹസനം നടത്താം, ഒരു കല്യാണ മാമാങ്കം നടത്താം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് തിരിച്ചു വരാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉഡായിപ്പ് തന്നെ, ഉഡായിപ്പാണ്, വേറെ ഒന്നുമല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ, അതായത് ഒരുപാട് ഭക്തർ ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഭക്തർ ശുദ്ധിയോട് കൂടിയിട്ട്, വ്രതത്തോട് കൂടിയിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആരാധനയോട് കൂടിയിട്ട് പോകുന്നൊരു സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് യുവന്മാരുടെ ഈ വ്ളോഗർമാരുടെ കോപ്രായങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണ്, ആർക്ക് വേണമെങ്കിലും അവിടെ പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് വ്ളോഗ് എടുക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം ചീപ്പ് പരിപാടിയായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഉഡായിപ്പിനെയാണ് വിമർശിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്നലെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇവന്മാർ കെട്ട് നടത്തിയത് ഇതെല്ലാവരെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം എല്ലാവരെയും കാണിച്ചിട്ട് എന്തോ ഇവർക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തോട് കൂടിയിട്ട് ഞങ്ങൾക്ക് കുറച്ചിനി എന്തെന്നായി കഴിഞ്ഞാലും കുറച്ച് വിമർശനമായാലും കുഴപ്പമില്ല. ഏതായാലും ഒരേ പിന്നെ എന്താ പറയേണ്ടത്, ഹിന്ദു മതം തന്നെ ആയതുകൊണ്ട് വേറൊരു കുഴപ്പമില്ല. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും കോപ്രായം എന്ന് പറഞ്ഞിട്ടെന്തെങ്കിലും വന്നേനെ. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ടൊരു മാലയിടൽ പ്രഹസനം. ഇപ്പോഴും പല ആൾക്കാരും അങ്ങനെയുണ്ട്, ഒരുപാടെണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയണ്ടേ, ഇവർ റീലിന് വേണ്ടിയിട്ടാണിത്. അതായത് കുറച്ച് പൂവും കാര്യങ്ങളെ ചിലവുള്ളൂ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, എന്നിട്ട് മറ്റേ കയ്യും പിടിച്ച് വരിക. ഇതൊക്കെ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോലെയുള്ള ഒരു പുണ്യസ്ഥലം ഉപയോഗിക്കുന്നു. ഇവിടെ കുറച്ചൊക്കെ നാണമുണ്ട്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കുറച്ചൊക്കെ ഉളുപ്പ് വേണമായിരുന്നു. അവിടെ പ്രതികരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ ആയിരുന്നു. ഇതിനെതിരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ആക്ഷൻ എടുക്കണം അവിടുന്ന്. അല്ലേ പിന്നെ മാലിയിട്ടോ നിങ്ങൾ അവിടുന്ന് കോപ്രായങ്ങളിൽ റീലെടുക്കാണ്ടെന്നാൽ മതി, റീലും വീഡിയോസ് ഒന്നും എടുക്കാണ്ടെന്നാൽ മതി. അതാ വേണ്ടത്. അവിടെ ചെന്നിട്ട്, അതായത് ഗുരുവായൂർ പോലെയുള്ള ഇത്രയും പവിത്രമായ ഒരു സ്ഥലം, അവിടെ ചെന്നിട്ടാണ് യുവമാരുടെ കോപ്രായങ്ങൾ. എനിക്ക് കാര്യത്തിലേക്ക് അടക്കാം, വേറെയൊന്നുമല്ല. മല്ലു ഫാമിലി എന്ന് പറയുന്നൊരു ഫാമിലി ഉണ്ട്. ശരിയാണ്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഉയർന്നു വന്നത് തന്നെയാണ്. ഉയർന്നു വന്നപ്പോൾ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ കയ്യും കാലും വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അഹങ്കാരമാണ് ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ. അഹങ്കാരങ്ങളുടെ കൂമ്പാരമാണ്. അതായത് പണത്തിന് വേണ്ടിയിട്ട് ഇതും, അതായത് കുറച്ച് പൈസ കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഉഡായിപ്പാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്വന്തം ഭാര്യയെ പറ്റി വരെ മോശമായ കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ ഇതാവുക, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു എന്ന് പറയുക. ഇതിനൊക്കെ കൈയടിക്കാൻ ഒരുപാട് ജനങ്ങൾ, അതെന്ന് പറയുന്ന സ്ത്രീകൾ, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അതിശയമായിരുന്നത്. ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് കൈയടിക്കാനും കമൻറ്റ് എഴുതാനൊക്കെ പോകുന്നവരോട് മടല് വെട്ടിയിട്ട് തരണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം ഭയങ്കരമായ ചീപ്പ് പരിപാടിയാണ്. എന്തൊരു ഇതാണ് കൊടുക്കുന്നത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഇവരെന്താണ് കൊടുക്കുന്നത്? അതായത് ഇവരുടെ ജീവിതത്തിലെ ഉഡായിപ്പുകൾ മുഴുവൻ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗാണെന്ന് കരുതി ഫാമിലി ആയിട്ട് ഇതിങ്ങനെ ഇരുന്ന് കാണുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു തള്ള കാണുമ്പോഴെന്ന് പറഞ്ഞാൽ മക്കൾ രണ്ടും കാണുന്നുണ്ടാവും. ഇത് അവർ രണ്ടുപേരും എന്താ കരുതോ? ഈ ഒരു സംഭവം വെച്ചിട്ട് അവർ പിന്നെ ജീവിതത്തിൽ എന്തായി തീരും? അവർ വിചാരിക്കൂല ഇവൻ തന്നെയാണ് ഭയങ്കര ആൾക്കാർ, ഇവൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ കരുതൂലേ? അതായത് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ചങ്ങായി എവിടെയെങ്കിലും ഒരു താഴ്ച വരുമ്പോഴെന്ന് പറഞ്ഞാൽ അപ്പാട് ഭാര്യയാണ് ഉപയോഗിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പൊക്കെയായിട്ടാണ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന്. അങ്ങനെ പിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടാളും 2 ചാനൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2 ചാനൽ നല്ലോണം ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഇപ്പോഴൊരു ബെൻസ് കാറും വാങ്ങിച്ചു. പുതിയതായിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. നാട്ടുകാരാണെങ്കിൽ ലാ 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 ലാ, നാട്ടുകാർക്ക് ഇതാ കിട്ടിയത്. എന്നിട്ടും ഇതൊന്നും മനസ്സിലാകാത്ത കുറേ പ്രേക്ഷകരുമുണ്ട്. അതായത് ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പിന്നീട് ലൈക്കും കമൻറ്റും വാരി വിതറുന്ന, എന്തൊരു സ്നേഹമാണ് ഇവർക്കൊക്കെ. ഏതെങ്കിലും ഒരുത്തം വിമർശിച്ചിട്ടുണ്ടോ? എല്ലാവരും സ്നേഹമാണ് ഇങ്ങനെ വാരി വിതറുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ എന്തെങ്കിലും വല്ലത് കൊടുക്കുന്നുണ്ടോ? ഇവനൊരു തേങ്ങയും കൊടുക്കുന്നില്ല സമൂഹത്തിന്. ഇവൻ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താണ് കൊടുക്കുന്നത്? തെറ്റായ സന്ദേശങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്.
ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി പറയുന്നില്ല. അല്ലെങ്കിൽ ഇവൻ്റെ കുടുംബജീവിതം കാണിച്ചിട്ട് ഇതാണ് എൻ്റെ കുടുംബജീവിതം, എൻ്റെ മാതൃക ഇതാണ്, ഇത് നിങ്ങൾ മാതൃകയാക്കണം എന്ന് പറയുന്നില്ല. ഇവൻ തോന്നിയതുപോലെ ചെയ്ത് തോന്നിയതുപോലെ വ്ളോഗ് ചെയ്ത് ഉഡായിപ്പിലൂടെ നുണ പറഞ്ഞിട്ടും ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് ഇവൻ കറക്റ്റായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ പറ്റിച്ചിട്ടൊക്കെ ഇവൻ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു ഫാമിലി പിന്നീട് അവരുടെ കഷ്ടപ്പാടോടുകൂടി വളർന്നു വന്ന് പിന്നീട് അങ്ങോട്ട് നിന്ന് ഉഡായിപ്പിൻ്റെ കൂമ്പാരമായി തീരുക. ഈ കേരളത്തിലെ മിക്ക ഫാമിലി വ്ളോഗേഴ്സും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോഴെല്ലാവരും ഇവൻ്റെ പാതയാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിന് മുന്നേ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണക്കരച്ചിലായിരുന്നു. അതായത് അയ്യോ എനിക്കാരെങ്കിലും എന്തെങ്കിലും തരണേ, എനിക്കാരെങ്കിലും എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉഡായിപ്പുള്ള വേറെ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വീട് വെച്ചിട്ട് അത് കാണിക്കാതെ ചെറ്റക്കുടിൽ കാണിച്ചിട്ട് അതിലൂടെ എന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന കുറേ എണ്ണം വേറെ. അതൊക്കെ അതായത് ഈ പിന്നെ എന്താ കുടിൽ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് വ്യൂസ് കിട്ടുള്ളൂ, അതുപോലെ തന്നെ ചില പ്രസൻറ്റേഷൻ സഹായങ്ങൾ കിട്ടുകയുള്ളൂ, ഇതൊക്കെ അയച്ചു കൊടുക്കാൻ മണ്ടന്മാരായ കുറേ പ്രവാസികളും. അതാണ് ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത്. എന്തോരം പ്രവാസികളാണെന്നറിയാം, വെറും മണ്ടത്തരമാണ് കാണിക്കുന്നത്. വീട്ടിൽ സ്വന്തം ഭാര്യയ്ക്ക് 5 ഉറുപ്പ്യ കൊടുക്കത്തില്ല, പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ, അതുപോലെ തന്നെ മക്കൾക്ക് ബിരിയാണി മേടിക്കാൻ പൈസ. അയ്യോ എൻ്റെ മക്കൾ ഇന്ന് നൂഡിൽസ് കെട്ടാത്തതുകൊണ്ട് ഭയങ്കരമായി കരിഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് പ്രവാസി ഒരുത്തൻ 5000 ഉറുപ്പ്യ, ചേച്ചി ബിരിയാണി ഇന്ന് തന്നെ നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കുക ഒരുത്തൻ 3000 ഉറുപ്പ്യ. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്ത് മണ്ടന്മാരാന്ന് യുവന്മാർ. എന്നിട്ട് ഇവർക്ക് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവർക്ക് നല്ല പൈസ ഉണ്ട് എന്ന്. അതൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ നൂഡിൽസിന് വേണ്ടിയിട്ടും ബിരിയാണിക്ക് വേണ്ടിയിട്ടും ഇവരുടെ കളിക്ക് ഇങ്ങനെ പൈസ അയച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഏതെങ്കിലും തിന്നാതെ എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ ഇതൊന്നും കിട്ടാതെ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കെല്ലാം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഇതിങ്ങനെയുള്ള കുറേ ടീമുകൾ, മണ്ടന്മാരായ കുറേ പ്രവാസികൾ തന്നെയാണ് പറയുന്നത്. വേറെ നാട്ടിൽ നിന്നൊന്നും ആരും അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും തോന്നുന്നില്ല. ഇതിലൊക്കെ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിച്ചു കൊടുക്കുന്നവനൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്നുള്ള പൈസ തന്നെയാണ്. അവർക്കെന്തോ ഇതിലെന്തോ ഒരു വലിയ എന്താ പറയേണ്ടത്, ഇവർക്കൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് എന്തോ കമ്പനി ആയി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്, ഭയങ്കര വ്ളോഗർമാരാണ്. എന്തിനിങ്ങനെ ഇതിന് നിൽക്കുന്നത്? അവരുടെ വലിയ വീടും കാര്യങ്ങളൊന്നും കാണിക്കാതെ ചെറ്റക്കുടിലും മാത്രം കാണിച്ചിട്ട് 4 പാത്രങ്ങൾ അവിടെ ഇവിടെയും വെച്ചിട്ട് അയ്യോ ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയില്ല, എൻ്റെ ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ല, മക്കൾ നൂഡിൽസിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൈസയും വാങ്ങിച്ച് തിന്നുന്ന കുറേ എണ്ണം നമ്മുടെ നാട്ടിലെ ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, ഇവറ്റകളൊന്നും വ്ളോഗ് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യരുത്. അതായത് ഈ ഉഡായിപ്പുകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അവരുടെ കാര്യം, അവരുടെ പൈസ, അവർക്ക് വരുന്ന ആ ഒരു ഫെയിം, ഇത് മാത്രമാണ് ഇവറ്റകൾക്ക് വേണ്ടത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടോ ഒരു ഒലക്കയും ഇവമാറാക്കുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തം വീട്ടുകാര്യം നോക്കുക. അല്ലാതെ ഇവറ്റകൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനും നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കാനോ, പിന്നെന്ന് പറഞ്ഞാൽ ഇവരെ ടൂർ കൊണ്ടുപോകാനും ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനും പിന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് കാറ് വാങ്ങിച്ചു കൊടുക്കാനൊന്നും അല്ല നിൽക്കേണ്ടത്. ഏതായാലും ഞാൻ പറയുകയാണ് വീണ്ടും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾക്കൊന്നും ഈ അമ്പലങ്ങളൊന്നും ഉപയോഗിക്കരുത്. ദൈവത്തെ ഓർത്തിട്ടാണ്. ഒരുപാട് പുണ്യം ചെയ്ത ആൾക്കാർ പോകുന്ന സ്ഥലമാണ്. നന്ദി, നമസ്കാരം കേട്ടാ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, ഹൈപ്പ്.